ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4-ന്റെ 8th എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു നിർത്തിയത് നമ്മുടെ മാംഗ്ലി ആ മ്യൂസിക് വായിക്കുന്ന പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡിലാണ് നടക്കുന്നതെന്ന് കണ്ടാലോ. അപ്പം ഈ എപ്പിസോഡ് തുടങ്ങുന്നതും നമ്മുടെ മാംഗ്ലി ആ ഒരു കയ്യിൽ കയറി പിടിക്കുമ്പോഴത്തേക്കും അവൾ ആ മ്യൂസിക് നിർത്തുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടിയാനും ലിങ്ഷയും അവരെ ആ സോങ്ങിൽ മുഴുകി പോയിട്ടുണ്ടാവുമല്ലോ, അവർക്ക് അപ്പോഴായിരിക്കും കേട്ടോ ഓർമ്മയൊക്കെ തിരിച്ചു വരാം. എന്നിട്ട് അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഞങ്ങളെന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി അടുത്ത് എന്നിട്ട് പറയും, എന്താണ് ഈ പെൺകുട്ടി ഒരു മ്യൂസിക് വായിച്ചിട്ടുണ്ട്, അതിനകത്ത് നിങ്ങളെല്ലാവരും മുഴുകിപ്പോയി, ഇതിനകത്തൊരു എവൽ പവർ ഉണ്ട്, അപ്പോൾ ആ പവർ കൊണ്ടിട്ടാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ ഉറങ്ങിപ്പോയത്. അപ്പോൾ ഈ എല്ലാവരും ഉറങ്ങിപ്പോവാൻ കാരണം ഇവളുടെ ഒരു മ്യൂസിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേൾക്കുമ്പോഴത്തേക്കും ആ പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു മ്യൂസിക് വായിച്ചത് എനിക്ക് ഉള്ളിലേക്ക് പോകാൻ വേണ്ടി മാത്രമാണ്, ബാക്കി നിങ്ങൾ പറയുന്നൊന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ഇങ്ങനെ പറയും, നീ ഒരു മ്യൂസിക് വായിക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ ഉറങ്ങി പോകുന്നത്, അത് നിനക്ക് അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷേ നീയാണ് ഇവിടെ ഒരു വ്യാധി തന്നെ പകർത്തിയെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് തന്നെ ആ പെണ്ണ് പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ പുരുഷനെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പുറകിലൊരു കോവിലാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ പറയുന്നുണ്ട്, ഈ കോവിലാണ് നിന്റെ പുരുഷനെങ്കിൽ അയാളൊരു സാമ്യമായി മാറിയിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അയാളെ കെട്ടാതിരിക്കുന്നതല്ലേ നിനക്ക് നല്ല എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പെങ്കൊച്ച് പറയും, അതല്ല, അയാൾ സാമ്യമൊന്നുമല്ല, അയാൾ മരിച്ചുപോയി, അപ്പോൾ അയാളുടെ ആ ഒരു ദേഹം എനിക്കൊരു വട്ടം കൂടി കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവരെന്നെ അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ആ മന്ത്രം ഉപയോഗിച്ചിട്ടാണ് ഇവിടെയുള്ള വേലക്കാരെല്ലാം ഞാൻ താഴേക്ക് ഇട്ടതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടത് എൻ്റെ പുരുഷനൊരു വട്ടം കാണണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, പക്ഷെ അതിനെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ മ്യൂസിക് വായിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ ചോദിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ നിങ്ങളുടെ ആ ഒരു മ്യൂസിക്കിൽ ഭയങ്കര സങ്കടം നിറഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട്, അതെ, എൻ്റെ പുരുഷനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത്, പക്ഷേ ആ പുരുഷൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു, അവർ ഞങ്ങളെ പിരിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ആ സമയത്താണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയത്. അങ്ങനെ ഒരുപാട് വട്ടം ഞാനൊരു ഡോക്ടറെ അന്വേഷിച്ച് നടന്നു, അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡോക്ടറെ കണ്ടുപിടിച്ചതും വിവാഹം കഴിച്ചതെന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആ സമയത്താണ് ഞാൻ ഈ ഒരു വിവരം അറിഞ്ഞത്, അപ്പം എൻ്റെ പുരുഷൻ മരിച്ചു പോയെന്നുള്ള വിവരം അറിഞ്ഞത്, അപ്പോൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നത്, പക്ഷെ അവരെന്നെ ഇതിനെ സമ്മതിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ലിൻഷയ്ക്ക് ഇതുപോലെ പ്രിയപ്പെട്ട ഒരാളുള്ള പോലെ കാണിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയാണ് കേട്ടോ. ആ പെണ്ണ് ലിൻഷയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ അവരുടെ ശരീരം അത്രയും വയ്യാതിരിക്കുന്ന ശരീരമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നിന് വേണ്ടിയിട്ടാണ് ലിൻഷ ഈ നാട്ടിലേക്ക് പോകുന്നുള്ളത് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിൻഷ നമ്മുടെ പെങ്കൊച്ചിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാം, മുള്ളിലേക്ക് പോകാൻ ഞാൻ സഹായിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ മേലെ ഒരു ചെയ്ത ശക്തിയുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും, ഇല്ല, ഞാൻ അവളോട് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി, അവൾക്ക് ചെയ്ത ശക്തിയൊന്നുമില്ല, അവളുടെ ആഗ്രഹം അതിൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നാന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സീങ് അത് സമ്മതിക്കുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് സീങ് പറയുന്നുണ്ട്, ഈ പെണ്ണ് ഇവിടെ നടക്കിയേ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി അവളുടെ കയ്യിലുള്ളൊരു മന്ത്രക്കെട്ട് എടുത്തിട്ട് നമ്മുടെ സീങ്ങിൻ്റെ ഒരു ആയുധത്തിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ സീങ് ആ ഒരു മാജിക്കൽ വേൾഡിലേക്ക് പോകുന്നുണ്ട്, അവൻ അവിടെ തിരഞ്ഞെടുക്കണം എങ്ങനെയാണ് ഇതിൽ നിന്ന് പുറത്ത് ചാടാനും തിരഞ്ഞെടുക്കാൻ കേട്ടോ. അതേപോലെ തന്നെ ഒരു 3 ആളും ആ പെൺകുട്ടീനെ കൊണ്ടിട്ട് മന്ത്രക്കെട്ട് ഉപയോഗിച്ചിട്ട് അയാളുടെ കല്ലറയിലേക്ക് പോകുന്ന സീനാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിലൊരു പെണ്ണെന്ന് പറയുന്നത് ഇയാളുടെ വൈഫായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ പെങ്കുച്ച് പറയുന്നുണ്ട്, നീയാണോ ഇയാളുടെ വൈഫ് ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നുണ്ട്, നീ പോയതിനു ശേഷം ഇയാളെ നോക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനാണ് പിന്നീട് അയാളെ വിവാഹം കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കുച്ചിൻ്റെ തന്നെ സങ്കടമായിട്ടാണോ നീയാണോ അയാളെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീങ് ആണെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിച്ചിട്ട് അവൻ്റെ മന്ത്രം ഉപയോഗിച്ചിട്ട് അവൻ പുറത്തേക്ക് വരുന്ന സീനാണ് കേട്ടോ കാണിക്കുന്നത്. അതേ സമയത്ത് തന്നെ സെക്കൻഡ് വൈഫ് എന്നെ പറയുന്നുണ്ട്, നിനക്ക് എങ്ങനെ തോന്നി ഇയാളിട്ട് നിനക്ക് പോകാനെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട്, അത് ഞാൻ ഡോക്ടറെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ സങ്കടപ്പെടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ സെക്കൻഡ് വൈഫ് പറയുന്നുണ്ട്, നീ ഇത്രയും ചെയ്തിട്ട് നിന്ന് ഞാൻ ഇയാളുടെ ശരീരം കാണിക്കില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ച് ഭയങ്കര സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരം പുറത്ത് നിന്നത്, ഇനിയും നിങ്ങൾ എന്നെ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് സ്വയം കുത്താൻ പോകുന്നുണ്ടോ കാണിക്കുന്നത്. ആ ടൈമിൽ നമ്മുടെ മാംഗ്ലി വന്നിട്ട് തന്നിട്ട് പറയും, നീ ഇവിടെ നിന്ന് മരിക്കാൻ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ സമയത്ത് നമ്മുടെ സീങ് ഇടുന്നുണ്ട് ഇട്ടാണ്ട് പറയും, അവള് ഓൾറെഡി മരിച്ചതെന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്, അതായത് ഇവളിങ്ങനെ അവൾക്കൊരു ലെറ്റർ ഇടുന്നുണ്ട്, വെച്ചാൽ നമ്മുടെ പുരുഷനെ മരിച്ചെന്നുള്ള ലെറ്റർ കിട്ടുമ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് ചോര തുപ്പി മരിക്കുന്നുണ്ട്. അപ്പോൾ പുരുഷനെ കാണുന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ അവൾ ആത്മാവായിട്ടായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ
ലിൻഷയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവും കേട്ടോ, എന്തൊരു കഷ്ടമാണ് അവളൊന്ന് കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെക്കൻഡ് വൈഫ് പറയും ഓക്കെ പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് അവൾ ആ ഒരു മ്യൂസിക്കൽ സംഭവം എടുത്തിട്ട് ആ ഒരു ശവപ്പെട്ടീൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ മ്യൂസിക് ചൊല്ലാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ശോകം മ്യൂസിക് ആ ശവപ്പെട്ടിയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടമാവും. ഓരോരുത്തരുടെ പ്രിയപ്പെട്ട ആൾക്കാരെ പറ്റി ആലോചിക്കുന്നുണ്ട്. ലിൻഷയാണെങ്കിൽ ടിയാനെ പറ്റി ആലോചിച്ചിട്ട് കണ്ണ് നിറയ്ക്കുന്നുണ്ട്, ടിയാനാണെങ്കിൽ ലിൻഷനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനെയും അമ്മയും ആലോചിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വായിച്ചതിന് ശേഷം നമ്മുടെ പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മാവായിരിക്കില്ല, അപ്പോൾ അവളുടെ ഒരു ആഗ്രഹം പോവുകയാണെന്നതിന് ശേഷം അവളോടൊന്ന് മാഞ്ഞു പോകുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് വൈഫ് വന്നിട്ട് ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഈ ശവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയും ഇത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഇവർ മൂന്നാണ് കേട്ടോ. ഇവർ മൂന്നാളും അതൊക്കെ ആലോചിച്ച് വരെ ശോകമായിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം എന്നെ നോക്കിയത് മൊത്തം എൻ്റെ കസിനാണ്. അപ്പോൾ അവൾക്കിപ്പോൾ വയ്യാതായിട്ട് ഇരിക്കുകയാണ്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഇനി ഇവരെ പോലെയും എൻ്റെ കസിനും ഇല്ലാതായാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സങ്കടപ്പെടുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അവൾക്ക് വേണ്ടിയിട്ട് നീ എന്ത് ചെയ്ത് കൊടുക്കാം, അങ്ങനെ ചെയ്തിട്ട് നീ അവൾക്ക് വേണ്ടി ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴായിരിക്കും നമ്മുടെ ടിയാൻ മനസ്സിലാവുക എന്താണ് കാതൽ, എന്താണ് ലവ് എന്നുള്ളത് അവന് മനസ്സിലാവും കേട്ടോ. ഇത് പറയുന്നുണ്ട് നമ്മുടെ ഉയരിനേക്കാളും വലുത് അവരുടെ ഉയരാണ്, അവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാം ചെയ്യുക, അതാണ് കാതൽ എന്നുള്ളത് അവന് മനസ്സിലാവണ്ട കേട്ടോ. അതേസമയം നമ്മുടെ ലിൻഷയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാളുടെ കൈകൾ കോർത്ത് വെച്ചിട്ട് പറയും നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല, എപ്പോഴും ഒന്നായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ സംസാരിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ഒരു ചീത്ത ശക്തിയെയും നാഗനെയാണ് കേട്ടോ. അപ്പോൾ നാഗനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് അയാളെ വേണ്ടേ എന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടി ടിയാൻ അന്വേഷിച്ച് വന്നിരിക്കായിരിക്കും. അപ്പോൾ ടിയാന് വേണ്ടിയിട്ടായിരിക്കും ഇവർ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ചർച്ച ചെയ്യായിരിക്കും. അടുത്ത സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സീയിങ് അവിടെ കുറേ പേരിങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർ വിചാരിച്ചത് ആ ഒരു ശോകമായിട്ടുള്ള മ്യൂസിക് കാരണമായിരിക്കും. അപ്പോൾ ഈ മ്യൂസിക് ഇപ്പോൾ ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും എണീറ്റെന്നുള്ള രീതിയിൽ നമ്മുടെ സീയിങ് അത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അവരാരും എണീറ്റിട്ടുണ്ടാവില്ല. അതേസമയം ആ ഒരു ശവപ്പെട്ടിൻ്റെ അടുത്ത് നിന്നിരുന്ന ആ പെണ്ണുങ്ങൾ പോലും ഉറങ്ങിക്കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീന് മനസ്സിലാവും ഇവിടെ വ്യാധി കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ പെങ്കൊച്ചു കൊണ്ടുവന്ന ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിൽ ആണ് ഒരു ചീത്ത ശക്തി എന്നുള്ളത് നമ്മുടെ സീന് മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സീങ് അവനൊരു മന്ത്രം ഉപയോഗിച്ചിട്ട് അതിനെ കളയാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചുവന്ന മുത്ത് പോലെ വരുന്നുണ്ടാവും. അപ്പോൾ അവന് മനസ്സിലാവും ഇതാണ് ചീത്ത ശക്തി, ഇതിനാണ് എല്ലാത്തിനും കാരണം എന്നുള്ളത് നമ്മുടെ സീന് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ സീങ് ഇത് നമ്മുടെ ടിയാനോടും മാംഗ്ലിനോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവരെല്ലാവരും പറയുന്നുണ്ട് ഈ മുത്ത് വെച്ചിട്ട് എങ്ങനെ എല്ലാവർക്കും ഉറങ്ങാൻ പറ്റുക, ഇതെന്താ സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. നമ്മളെല്ലാവരും ഡൗട്ട് അടിച്ച് നിൽക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ സീൻ പറയുന്നുണ്ട് നമുക്ക് ഇത് നോക്കാം, എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷനെ കാണിക്കുന്നുണ്ട്. ലിൻഷയാണെന്നുണ്ടെങ്കിൽ ടിയാനും മാംഗ്ലിക്കാനുള്ള കഞ്ഞിയൊക്കെ റെഡിയാക്കായിരിക്കും കേട്ടോ. പക്ഷെ ആ സമയത്ത് അവൾക്കും ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പം മാംഗ്ലി ആണെന്നുണ്ടെങ്കിൽ ആ മുത്തിനെ കയ്യിലെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും അതിലെന്തോ ഒരു എഴുത്ത് പോലെ അവൾക്ക് കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പെങ്കൊച്ച് പറയുന്നുണ്ട് ഈ ഒരു എഴുത്ത് നമ്മുടെ ഈ ഒരു സ്ഥലത്തെ എഴുത്തല്ല ഇത്, അതുകൊണ്ട് നമുക്ക് വായിക്കാനും പറ്റത്തില്ല, അപ്പോൾ ഇത് വായിക്കാൻ അറിയുന്ന ആളെ കൊണ്ട് തന്നെ വായിപ്പിച്ചാലും നമുക്കിതെല്ലാം മനസ്സിലാവത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീൻ പറയും അതൊന്നും സാരമില്ല ഞാൻ പോയിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു ഒച്ച കേൾക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയാണെന്നുള്ള രീതിയിൽ ഒരു ഓടിപ്പോയി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയും താഴെ ഇങ്ങനെ വീണ് ഉറങ്ങിക്കിടപ്പുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും ഇവരൊക്കെ പറയും അയ്യോ ലിൻഷയ്ക്ക് എന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും ഇവക്കൊന്നും പറ്റിയതല്ല, ഇവക്കും ആ ഒരു വ്യാധി സംഭവിച്ചാണെന്ന് പറഞ്ഞിട്ട് ഇവളെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ബെഡിലേക്ക് അടുത്തായിരിക്കും. എന്നിട്ട് നമ്മുടെ ടിയാൻ അടിയിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവക്ക് സുഖമാവുന്നവരെയും എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, അതിനുശേഷം ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ അവൻ. ആ ടൈമിൽ നമ്മുടെ സീങ് അവിടേക്ക് വരുന്നുണ്ട്. സീങ് പറയും ഇതിനെപ്പറ്റി ഒരു അറിവുള്ള ഒരാൾ നമ്മുടെ അടുത്തൊരു ഊരിലുണ്ട്, നമുക്ക് അയാളുടെ അടുത്തേക്ക് പോയാലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കൻ പറയാം എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാംഗ്ലിനോട് പറയും ഇവിടെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നാളും പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലിൻഷ എണീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ടിയാൻ ചോദിക്കും നിനക്ക് എന്താ ഉറക്കവ്യാധി വന്നില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലിൻഷ ചോദിക്കുന്നുണ്ട് ഉറക്കവ്യാധിയോ, നീ എന്താ എനിക്ക് അങ്ങനെ ഒരു രോഗം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പറയുമില്ല എനിക്ക് ടയർഡായതുകൊണ്ട് ഞാനൊന്ന് വെറുതെ തലയിറങ്ങി വീണ് പോയതാണെന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളത് അന്വേഷിക്കാൻ പോവല്ലേ, എന്നാൽ എന്താ നീയും എൻ്റെ കൂടെ വാന്ന് പറയുന്നത് വെച്ചാൽ ടിയാനോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വാ, അതുപോലെ എന്താണ് സീയിങ്ങും മാംഗ്ലിനും ഒരുമിച്ച് പൊക്കോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലിക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്കും എന്തോ വ്യത്യാസമായത് പോലെ തോന്നുന്നുണ്ട്. കാരണം പണ്ടെന്ന് പറഞ്ഞാലും ലിൻഷ സീനെ സീനിയർ എന്നൊക്കെ ആയിരിക്കും വിളിക്കുക, ഇപ്പോൾ അവർ ഇവരെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കാട്ടുവാസി എന്നൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ടിയാനെ വിളിക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ സ്നേഹത്തോടെ ടിയാൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയൊരു മാറ്റമുള്ള പോലെയൊക്കെ നമ്മുടെ മാംഗ്ലിക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സീയിങ്ങിനും ഇതൊരു പ്രശ്നമുള്ള പോലെ തോന്നും കേട്ടോ.
ആ ടൈമിൽ നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല, വാ പോവാന്ന് പറയുന്നുണ്ട്. ആ സമയത്തിൽ വാ പോവാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ടിയാനെ അടുത്ത് ചെവിയിൽ പറയുന്നുണ്ട്, നിനക്കൊരു മന്ത്രശക്തി കേൾക്കും, ഒരു മ്യൂസിക് പോലെ മന്ത്രശക്തി കേൾക്കും. അപ്പം നീ ഞാൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ നിനക്ക് തന്ന ടോക്കൺ ഉപയോഗിച്ച് ഞാനുള്ള സ്ഥലത്തേക്ക് നീ വരണം എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് ചോദിക്കുന്നത് നിനക്കെല്ലാം മനസ്സിലായി ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാംഗ്ലിയും സീയും കൂടി അന്വേഷിച്ച് വന്നേക്കായിരിക്കും, മുത്ത് കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. അതായത് മാംഗ്ലി പറയുന്നത് എനിക്ക് ലിങ്ഷിൽ എന്തോ സംശയം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീയും പറയും കേട്ടോ. അപ്പോൾ സീയും പറയും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ആ ഒരു പൂജാരി വരുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ ടിയാനും ലിങ്ഷയും കൂടി പോകുന്നുണ്ട്. പിന്നെ കാണുന്ന വെച്ചാൽ നമ്മുടെ പൂജാരി ആ മുത്തിനെ പറ്റി പറയുകയാണ്. ഈ മുത്ത് ഭയങ്കര ആപത്തായിട്ടുള്ളൊരു മുത്താണ്, ഇത് കിട്ടാൻ ഭയങ്കര പാട് തന്നെയാണ്. ഇതെനിക്ക് തോന്നുന്നത് ഒരു പാമ്പിൽ നിന്ന് എടുത്ത മുത്താണ്. ഇത് കൊണ്ടിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ആൾക്കാരുടെ ആത്മാവ് ഈ മുത്തിൽ എന്തായാലും ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ ആത്മാവായിരിക്കും എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും പൂജാരി പറയും അത് ക്ലിയർ ആയിട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു മുത്തിന് കറക്റ്റ് ആയിട്ടുള്ള വേറൊരു മുത്തുണ്ടാവും, അതെന്തായാലും കണ്ടുപിടിക്കണം. പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മന്ത്രം ആരുടെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പൂജാരി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീൻ ചോദിക്കുന്നുണ്ട് ഈ മുത്ത് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞത് ഇതെല്ലാം തീരെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ പൂജാരി പറയുന്നുണ്ട് അതങ്ങനെ തീരില്ല, വേറൊരു മുത്തും കൂടി ഉണ്ട്, അതുകൂടി പിടിക്കണം. അതേപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന മന്ത്രം ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് തീരും, അന്നേരം ഇതൊക്കെ നശിക്കത്തുള്ളൂ എന്ന് ഇങ്ങനെ പറയും കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാംഗ്ലിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നത് ഇനി എന്താ നമ്മൾ ചെയ്യുക. ശരി, നമ്മൾ സീൻ പറയും ആ ഒരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും നമുക്ക് രണ്ടാൾക്കും കൂടി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നിൽക്കാം, ഇല്ലാതാക്കണം, ഞാൻ റെഡിയാന്നൊക്കെ മാംഗ്ലി പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലിങ്ഷിനും ടിയാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിങ്ഷ പറയുന്നത് നമുക്ക് ഈ ഒരു ഊര് വിട്ട് പോയാലോ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും അതെങ്ങനെ പോവാൻ, നമ്മുടെ സീൻ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് എവിടേക്കും പോകരുത്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ സീൻ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സീനോട് ചോദിച്ചിട്ട് പോകാന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പെൺകുച്ച് ദേഷ്യത്തോട് പറയും അവരോട് ചോദിച്ചിട്ട് പോയേ എങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ ടിയാൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ കഴിയുന്ന വെച്ചാൽ നമ്മുടെ സീങ് മന്ത്രം ഉപയോഗിച്ചിട്ട് ആ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന സീനാട്ടോ കാണിക്കുന്നത്. അപ്പം അവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടീനെ കാണുന്നുണ്ട്, അത് വേറെ ആടല്ല സീങ്ങിന്റെ ചെറുപ്പകാലമാണ് കാണിക്കുന്നതും. അതിനടുത്ത് ഒരു പെണ്ണെ കാണിക്കുന്നുണ്ട്, അത് നമ്മുടെ സീങ് എപ്പോഴും പറയുന്ന മാസ്റ്റർ ആയിരിക്കും കേട്ടോ, ആ സ്ത്രീ. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറയുന്നുണ്ട് നീ മാസ്റ്റർ എന്ന് വിളിക്കരുത്, നീ എന്നെ അമ്മാന്ന് വിളിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ആ സീ ഇങ്ങനെ അമ്മാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും വലിയ സീങ്ങിന് വന്നിട്ട് എന്തോ പോലെ ആവുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പോകേണ്ട സമയമായി, ഞാൻ തിരിച്ചു പോവുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ആ കുട്ടി സീങ്ങിനെ പറയുന്നത് എന്നെയും കൂട്ടിക്കൊണ്ട് പോകും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് പെട്ടെന്ന് തന്നെ അവൻ്റെ ആത്മാവ് അവിടെ നഷ്ടപ്പെടുന്ന പോലെ ഉണ്ടോ കാണിക്കുന്നത്. അതിൽ നിന്നിട്ട് അവൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, ഭയങ്കര കൊടൂരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കായിരിക്കട്ടെ പിന്നീട് അവൻ എത്തിച്ചേരുന്നത്. അപ്പോൾ അവൻ കണ്ണുകൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്ഥലം നോക്കുമ്പോഴത്തേക്ക് അവനത് ഏത് സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ അവനങ്ങനെ നോക്കി നിൽക്കുന്നതിലാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.